ഹലോ ഫ്രണ്ട്സ്, മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഷാൾ നൈറ്റി ആയിട്ടാണ് കേട്ടോ. നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഷാൾ നൈറ്റികളാണ്. നല്ല ഡിസൈനിങ് ആണ് കേട്ടോ. സെൻറ്റർ ഭാഗത്ത് കൂടി സൈഡിൽ കൂടെ ഒക്കെ വർക്ക് വരുന്ന മോഡലാണ്. അത്യാവശ്യം നല്ല വീതി വരുന്നുണ്ട്. 24.5 ഇഞ്ചോളം വീതി വരുന്നുണ്ട് കേട്ടോ. അതായത് 48, 49 എന്നൊക്കെ പറയാം. അത്രയും ഇഞ്ച് വീതി വരുന്നുണ്ട്. അത്യാവശ്യം 13-14 ഇഞ്ചോളം സ്ലീവും വരുന്നുണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ. ഇതിൻ്റെ ഷാളും അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് വരുന്നത്. ഇത് ഞാൻ മൊത്തത്തിൽ നിവർത്തി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. അത്യാവശ്യം നല്ല വീതി വരുന്ന ടൈപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക. വെറും 330 രൂപയുള്ള കേട്ടോ. നല്ല അടിപൊളി ഡിസൈനിങ് ആണ്. അത്യാവശ്യം നല്ല വീതിയും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല നീളമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം. പിന്നെ 330 വരുന്നത്. ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് 56 ഇഞ്ചാണ്. അപ്പോൾ ഒരുപാട് ഒരു കമൻറ്റിൽ 60 ഇഞ്ച് ഇല്ലയെന്ന് ചോദിക്കുന്നുണ്ട്. 60 ഇഞ്ചിൻ്റെ വീഡിയോ നമ്മൾ ഉടനായിട്ട് വരും. പക്ഷേ ഷാൾ നൈറ്റ് 60 ഇഞ്ചിൻ്റെ സ്റ്റോക്ക് കുറവാണ് കേട്ടോ. സിംഗിൾ നൈറ്റുള്ള 60 ഇഞ്ചിൻ്റെ സ്റ്റോക്ക് പുതിയത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് വേണമെന്നുള്ളവർ പേഴ്സണലി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും അയച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് എന്ന് പറയുന്നത് 5 എണ്ണം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 5 എണ്ണമായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനിയിപ്പോൾ 2 എണ്ണോ 3 എണ്ണോ 1 2 എണ്ണോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെ എടുക്കാം. 1 എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും. 2 എണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ്. പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെറ്റീരിയലിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കുറച്ച് അരമണിക്കൂർ മുന്നേ ആയിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മെറ്റീരിയൽ വേണമെന്നുള്ളവർക്ക് അത് സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് പേഴ്സണലി അയച്ചു തരാം. ഇനി രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി നൈറ്റ് തന്നെ എടുക്കണം 10 എണ്ണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. മൊത്തത്തിൽ മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ രണ്ടും കൂടി എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം. ഇനി മെറ്റീരിയൽ മാത്രം എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം. ഇനി മെറ്റീരിയലിൽ മാത്രം പുതിയ ഡ്രസ്സുള്ളത് മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ, അപ്പോൾ എനിക്കത് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി അതെല്ലാം എനിക്ക് ഷാൾ മാക്സി മാത്രം 10 എണ്ണം മതി അങ്ങനെയാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി ഷാൾ മാക്സിൽ 1 മാത്രം മതി എന്നുണ്ടെങ്കിൽ 1 മാത്രം എടുക്കാം. മെറ്റീരിയലിൽ 1 മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് 1 മാത്രം എടുക്കാം. പക്ഷേ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും. ഷാൾ നൈറ്റിൽ ഇപ്പോൾ ഈ നൈറ്റി ആണെങ്കിൽ 2 എണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് വരും. മെറ്റീരിയൽ ആകുമ്പോൾ 2 എണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവില്ല കേട്ടോ. എല്ലാത്തിലും ഷിപ്പിംഗ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് കാണിച്ചത് ഏകദേശം എല്ലാം ഷാൾ നൈറ്റിയാണ് കേട്ടോ. അപ്പം നമ്മൾ സിംഗിൾ പീസുകൾ കാണിച്ചിട്ടില്ല. സിംഗിൾ പീസുകൾ വേണമെന്നുള്ളവർ പേഴ്സണലി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഫോട്ടോസ് അയച്ചു തരും കേട്ടോ. പിന്നെ പറയാനുള്ള എന്താ വെച്ചാൽ നിങ്ങൾക്ക് മെറ്റീരിയലിലാണ് ഇഷ്ടപ്പെട്ട മോഡൽസുകൾ ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ മോഡലിന് നിങ്ങളുടെ ഡിസൈനിങ്ങിനനുസരിച്ച് നമ്മൾ ചെയ്ത് തരും. നൈറ്റി അല്ലേ, നമുക്ക് വീട്ടിൽ നിന്ന് ഇടാനല്ലേ, അതിലിപ്പോൾ എന്താ മോഡൽ എന്നൊക്കെ ഉണ്ടാവും ചിലവർക്കൊക്കെ. പക്ഷേ ചിലവർക്കൊക്കെ അതൊരു മോഡലാണ്. അങ്ങനെയുള്ളവരുണ്ട്. കാരണം നമുക്ക് കല്യാണത്തിനൊക്കെ ഒരേ സെറ്റ് 10 എണ്ണം, ഒരേ സെറ്റ് 5 എണ്ണം, അതുപോലെ ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് എന്താ പറയുക, ഫ്രണ്ട്സുകൾക്ക് 3 ആൾക്കും ഒരേമാതിരി നൈറ്റീസ് എടുക്കണം എന്നൊക്കെ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പേഴ്സണലി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഒരേ മോഡൽ തന്നെ നമ്മൾ ചെയ്ത് തരും. അതുപോലെ തന്നെ ഓരോ മോഡലിനനുസരിച്ച് അതുപോലെ തന്നെ പേഴ്സണലി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എംബ്രോയ്ഡറി ഡിസൈനിങ്ങും അതുപോലെ തന്നെ സിബ്, നൂല് ഇതൊക്കെ നമ്മൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം അത് നമ്മൾ മെറ്റീരിയലിൻ്റെ വീഡിയോസിൽ കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. അതിലെല്ലാ മോഡൽസിലും നമ്മൾ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഷോർട്ടായിട്ടും വരും, അല്ലാതെയും വരും. അതുപോലെ തന്നെ നമ്മൾ മെറ്റീരിയലിന് പ്രത്യേകിച്ച് ഗ്രൂപ്പ് ഉണ്ട്. അത് നമ്മൾ സ്റ്റാർട്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പം അതിൽ നമ്മൾ മെറ്റീരിയൽസ് അപ്ലോഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മെറ്റീരിയലിനെ കുറിച്ച് വീഡിയോയാണ്, കാരണം എല്ലതും അതിലാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ആ ചാനലിൽ കയറി നോക്കുക കേട്ടോ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇതിൽ രണ്ടിലേതിലൊന്ന് കയറിയിട്ട് നോക്കിയാൽ മതി. അപ്പം ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം. നല്ല അടിപൊളി ഡിസൈനിങ് ആണ്, ഒന്നും പറയാനില്ല അല്ലേ. നല്ല അടിപൊളി കളേഴ്സാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഏകദേശം എല്ലാം നല്ല അടിപൊളി ഡിസൈനിങ് ആണ്. കാരണം ഹസ്ബൻഡാണ് പർച്ചേസിങ്ങിന് പോകുന്ന ആൾ. അപ്പോൾ ഹസ്ബൻഡ് അടിപൊളി കളക്ഷൻസാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ പോവാറില്ല. അപ്പം മൂപ്പരുടെ ഡിസൈനിങ് ആണെല്ലാം. അപ്പം പൊതുവേ ഞാൻ എൻ്റെ കാഴ്ചപ്പാടിനേക്കാളും മൂപ്പരുടെ കാഴ്ചപ്പാടാണ് ഏറ്റവും കൂടുതൽ ഭംഗി വരാറുള്ളത്. സോ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ്. അത് ഇഷ്ടപ്പെട്ട ഒരു ഫസ്റ്റത്തെ കുറച്ച് സെറ്റുകളാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോസിൽ കാണിച്ചത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോഡൽസുകളാണ് കാണിച്ചത്. കാരണം എനിക്ക് ഈ പൂക്കൾ വരുന്ന മോഡൽസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഏകദേശം എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം. പിന്നെന്ന് പറയുന്നത് നമ്മളുടെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ അരീക്കോട് എന്ന് പറയും. അപ്പം ഇവിടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ നേരിട്ട് വരാം. പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട്, സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. ഒരുപാട് പേര് നേരിട്ട് വരട്ടെ ചോദിച്ചപ്പോൾ ഞാൻ സ്റ്റോക്ക് എത്തിയിട്ടില്ല, നിങ്ങൾ വന്നാൽ സ്റ്റോക്ക് കിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റോക്ക് ഇപ്പോൾ ഏകദേശം എത്തിയിട്ടുണ്ട്. അപ്പം എന്താ ചെയ്യുക, നിങ്ങൾ
നേരിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നാളെയോ മറ്റന്നാളോ ആയിട്ട് വരിക കേട്ടോ. കാരണം പെട്ടെന്ന് സ്റ്റോക്ക് തീരാനുള്ള സാധ്യത ഉണ്ട്. അപ്പം നിങ്ങൾ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് നോക്കാമല്ലോ, അത് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം എടുത്തുള്ളവരാണെങ്കിൽ വന്നാൽ മതി, ദൂരമുള്ളവരാണെങ്കിൽ റിസ്ക് എടുത്ത് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, അത് വെച്ചിട്ടാണ്. അപ്പം നിങ്ങൾക്ക് നമ്മളേക്കൊന്ന് ഫസ്റ്റായിട്ട് പർച്ചേസിങ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 1-2 പീസൊക്കെ എടുത്ത് നോക്കിയിട്ട് നമ്മൾ ക്വാളിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുത്താൽ മതി. ദൂരമുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ എടുത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് പർച്ചേസിങ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പം നമ്മളുടെ ചെറിയൊരു ഷോപ്പാണ്. അപ്പം വലിയ സംഭവമായിട്ടുള്ള ഷോപ്പൊന്നുമല്ല, ചെറിയൊരു ഷോപ്പാണ് കേട്ടോ. അപ്പം എന്താ പറയുക, നമ്മൾ വീട്ടിൽ വെച്ചിട്ടായിരുന്നു മുന്നേ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ വെച്ചിട്ട് തുടങ്ങിയ ഒരാളാണ്. അപ്പം ഇപ്പം ഞാൻ ഒരുപാട് പേര് നേരിട്ട് വരാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവർക്ക് വീടാവുമ്പം അവർക്കൊരു മടി, അതായത് വീട്ടിലൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ ഒക്കെ പറഞ്ഞിട്ട് പലരും വരുന്നില്ലായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ എന്നാൽ വീട്ടിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കൊരു, അതായത് റോഡിൻ്റെ സൈഡിലായിട്ടൊരു ഇത് കിട്ടുവാണെങ്കിൽ നമുക്ക് അവിടെ നോക്കായിരുന്നു എന്ന് വെച്ചിട്ടാണ് നമ്മൾ വീടിൻ്റെ ഏകദേശം ഒരു തൊട്ടടുത്തല്ല, ഏകദേശം ഒരു അടുത്തായിട്ട് റോഡ് സൈഡിൽ തന്നെ ആണ് നമുക്ക് ഷോപ്പുള്ളത്. അപ്പോൾ അത് ചെറിയൊരു ഷോപ്പാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ അതിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ വരാം. നമ്മളെപ്പോഴും ഷോപ്പ് ഓപ്പൺ ആക്കി ഇടണം എന്നില്ല. കാരണം എനിക്ക് ചെറിയൊരാളുള്ളതുകൊണ്ട് എനിക്ക് എപ്പോഴും ഷോപ്പ് ഓപ്പൺ ആക്കി വെക്കാൻ പറ്റില്ല. കാരണം മൂപ്പര് അലമ്പായതുകൊണ്ട് തന്നെ എനിക്ക് ഷോപ്പിൽ ഒരുപാട് നേരം നിന്ന് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നമുക്ക് സ്റ്റാഫ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ലീവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പം എപ്പോഴും ഇല്ല. അപ്പം നിങ്ങൾ കോൾ ചെയ്തതിന് ശേഷം മാത്രം വന്നാൽ മതിയിട്ട് നേരിട്ട് വരുന്ന ആൾക്കാർ. അപ്പം ഞാൻ കൂടുതലും വീട്ടിൽ നിന്നിട്ടാണ് ഡീലിംഗ് ഒക്കെ. അപ്പം ഫോട്ടോസ് ചിലപ്പം പ്രോപ്പറായിട്ട് എനിക്ക് അയക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഞാൻ ടൈമിങ്ങിനനുസരിച്ചൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് റിപ്ലൈ തരാം. അതുപോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി. നല്ല ഡിസൈനിങ് ആണ്, എല്ലാം നല്ല അടിപൊളി കളേഴ്സുമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ പലർക്കുള്ള ഡൗട്ടാണ് പ്രിൻ്റ് ആകുമ്പോൾ പെട്ടെന്ന് പോകുന്ന ടൈപ്പ് അല്ല കേട്ടോ. കാരണം ഇതിന് മുന്നേ കാണിച്ച സെറ്റ് 2 നമ്മൾ ഇതിന് മുന്നേ നമ്മുടെ അടുത്ത് വന്നതായിരുന്നു. അപ്പോൾ അതെടുത്ത ആൾക്കാരൊക്കെ അത് റീസ്റ്റോക്ക് കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവർക്കത് തികഞ്ഞിട്ടില്ല, അവർക്കത് സെയിൽ ചെയ്യാൻ തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരിനും കൊണ്ടുവരികയാണെങ്കിൽ പറയണം. ഒരുപാട് പേരുണ്ടായിരുന്നു അതിന് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അതുപോലെ ഒരുപാട് ഷാൾ നൈറ്റി, അതുപോലെ സിംഗിൾ നൈറ്റിയുടെയും കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പേഴ്സണലി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഫോട്ടോസും കാര്യങ്ങളും അയച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം. നല്ല അടിപൊളി ഡിസൈനിങ് ആണ്. പിന്നെ മെറ്റീരിയൽസിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു വന്നാൽ മതി. പിന്നെന്ന് പറയുന്നത് എല്ലാം നല്ല അടിപൊളി കളക്ഷൻസുകളാണ്. അത്യാവശ്യം നല്ല വീതിയും നല്ലതും വരുന്ന ടൈപ്പ് തന്നെയാണ് കേട്ടോ. കാരണം ഒരുപാട് പേര് വേണ്ടല്ലോ വീതി അത്യാവശ്യം മണ്ണുള്ള ആൾക്കാരാണ് എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും കംഫർട്ട് ഇതാവണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നല്ല ടൈറ്റായി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. അത്യാവശ്യം നല്ല വീതി വരുന്ന ടൈപ്പാണ്. ഏകദേശം ഒക്കെ 48 ഇഞ്ചിനേക്കാളും കൂടുതലുള്ളതാണ്. ഒക്കെ 24 ഇഞ്ചെല്ലാം വരുന്നുണ്ട് ചെസ്റ്റ് വീതി കേട്ടോ. പിന്നെ താഴെ ഞാൻ അളന്ന് കാണിച്ചു തരണ്ടല്ലോ. താഴ് ഭാഗം എങ്ങനെയായാലും നമുക്കതുപോലെ വളച്ചിട്ടാണല്ലോ അടിക്കുക. അപ്പോൾ അവിടെയൊക്കെ അത്യാവശ്യം നല്ല വീതിയുണ്ട്. ഹിപ്പിൻ്റെ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല വീതിയുണ്ട് കേട്ടോ. ഷാളും അത്യാവശ്യം നല്ല വീതി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കളക്ഷൻസുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പുതിയ നല്ല കളക്ഷൻസുകൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളുടെ വീഡിയോ ഫോളോ ചെയ്ത് വെക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് എന്ത് ചെയ്യും, നോട്ടിഫിക്കേഷനായിട്ട് വരികയും ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് നല്ല നൈറ്റീസുകൾ എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ കളേഴ്സുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ ചോദിച്ച് ഉറപ്പ് വരുത്തുക കേട്ടോ. കാരണം എല്ലാ കളേഴ്സും വീഡിയോസിൽ കാണുന്ന പോലെ ആവണമെന്നില്ല. അപ്പോൾ നിങ്ങളത് ചോദിച്ച് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമുക്കതിനനുസരിച്ച് ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോസിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അടുത്ത വീഡിയോസായിട്ട് കാണാം. താങ്ക് യു.